കവളപ്പാറയൊക്കെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ വളരെ രക്ഷാപ്രവർത്തനത്തിൽ പരിചയമുള്ള മിടുക്കരായ ആളുകളാണ്. ഈ ദുരന്തമുണ്ടായപ്പോൾ അർജുന്റെ ജീവൻ ഇവിടെ മണ്ണിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ വീട്ടിലിരിക്കാൻ കഴിയാതെ ഇങ്ങനെ വന്ന കുറേ രക്ഷാപ്രവർത്തകർ നമുക്കൊപ്പമുണ്ട്. ജോലിയെല്ലാം ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ നേടിയിരിക്കും. ഞങ്ങൾക്ക് അവിടെ നിൽപ്പുകൊണ്ടില്ല ഇവർ കോഴിക്കോട്ടുകാരൻ. ഈ വാർത്ത അറിഞ്ഞിട്ട് നാട്ടിൽ നിൽപ്പുറപ്പിക്കാതെ ഒരുപാട് മനുഷ്യരുണ്ട്. നോക്കൂ, ഒരു നാട് മുഴുവൻ എങ്ങനെയാണ് അർജുന് വേണ്ടി തിരച്ചിലിന് വേണ്ടി നടത്തുന്നത് എന്നാണ് അഭിലാഷ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു 523 കിലോമീറ്റർ അകലെയായി പോയി അർജുന്റെ ഈ മണ്ണിടിച്ചിൽ. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചു പിടിക്കുമായിരുന്നു. ഇന്നലെ രാത്രി നമുക്ക് അനുഭവിച്ചത് എന്താ വെച്ചാൽ, ഞങ്ങൾ വരുന്ന വഴിക്ക് പല സ്ഥലത്തും ഞങ്ങൾ അക്കോമഡേഷൻ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവരും 3000 രൂപ, ഞങ്ങൾ 5 പേരായിരുന്നു ഫസ്റ്റ് ടീം വന്നിരുന്നത്. അപ്പോൾ 3000 രൂപയ്ക്ക് മുകളിലാണ് എല്ലാ സ്ഥലത്തും നമുക്ക് അക്കോമഡേഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇതിന്റെ സമീപത്ത് എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ ഞങ്ങളിത് സ്ലീപ്പിംഗ് ബാഗ് മറ്റുള്ള സംവിധാനങ്ങളായിട്ട് വന്നിരുന്നത്. അവസാനത്തെ ഈ പമ്പിന്റെ അടുത്ത് അവിടെ പോയി അന്വേഷിച്ചപ്പം വെറും നമുക്ക് വയറ് നിറയെ ഭക്ഷണവും നമുക്ക് താമസിക്കാൻ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള അക്കോമഡേഷനും തന്ന്, അതും കണ്ണൂരുകാരാണ്, യഹിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് തന്നത്. ഇവിടുന്ന് സമയത്ത് ഒരു ഭക്ഷണമടക്കം ഞങ്ങൾക്ക് തന്നു. ഭക്ഷണം, താമസവും കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാളികൾ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രാദേശികമായിട്ട് പറയുകയല്ല എങ്കിൽ പോലും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്രത്തോളം കെട്ടുറപ്പോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്.